ബംഗാൾ സംബന്ധിച്ച ചില വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് അവിടുത്തെ പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. ഈ സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ ചിലതൊക്കെ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും വലിയ തോതിലുള്ള വിജയം BJPക്ക് NDAക്ക് ബംഗാളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അവിടെയുള്ള വോട്ടർമാരും അതുപോലെ BJP നേതാക്കളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയായിരിക്കും ഫലം. വലിയ തോതിലുള്ള രണ്ട് ഘട്ടത്തിലും വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനമാണ് ഉണ്ടായത്. ഇത്രയും കാലം ബംഗാളിൽ എന്താണ് സംഭവിച്ചത് പ്രേക്ഷകർക്ക് കുറേയൊക്കെ അറിയാം. കുറേ കാലം CPMൻ്റെ ഏതാണ്ട് 34-35 വർഷത്തോളം കാലം CPMൻ്റെ കിരാത ഭരണമായിരുന്നു. അതിനുശേഷം മമതാ ബാനർജി എന്ന വ്യക്തിയുടെ കിരാത ഭരണമായിരുന്നു. കിരാത ഭരണത്തിന് കീഴിൽ മടുത്ത ബംഗാൾ ജനത ദേശീയതയിലേക്ക് വരാനുള്ള ആ ഒരു വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇത്തവണത്തെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അതിനു മുൻപേ EVM ഹാക്ക് ചെയ്തു, അവിടെ BJP നേതാക്കൾ ക്യാമ്പ് ചെയ്തു, കേന്ദ്രസേന ഇറക്കി തുടങ്ങിയ നിലവിളികളൊക്കെ കേട്ടു. അതുപോലെ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം അസഹിഷ്ണുതയോടെ കിടന്ന് അലറുന്നത് ഒക്കെ കേട്ടു. ജയ് ബംഗാൾ എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ബംഗാൾ ദേശീയതയിലേക്ക് തീർച്ചയായിട്ടും എത്തും എന്ന് തന്നെയാണ് ബംഗാൾ ജനത പ്രതീക്ഷിക്കുന്നത്. ബംഗാളിൽ എന്തായിരുന്നു TMC, തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തികഞ്ഞ ഗുണ്ടായിസം, അതിനു മുൻപ് CPMൻ്റെ ഗുണ്ടായിസം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം BJP തകർക്കാനുള്ള തന്ത്രങ്ങളുമായി, സത്യം പറഞ്ഞാൽ കേന്ദ്രസേന ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ, അമിത്ഷാ ബംഗാളിൽ ക്യാമ്പ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ തെരഞ്ഞെടുപ്പും ദീദി എന്ന് പറയുന്ന മമതാ ബാനർജിയും തൃണമൂൽ ഗുണ്ടകളും ചേർന്ന് അട്ടിമറിച്ചേനെ എന്നുള്ള സൂചനകൾ ഇപ്പോൾ അവിടുത്തെയും അതുപോലെ ഡൽഹിയിലെയും ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഡയമണ്ട് ഹാർബർ ഫാൾട്ടയിൽ EVM അതിലെ താമര ചിഹ്നം സെലോ ടേപ്പ് ഒട്ടിച്ച് മറച്ച് BJPക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. 77 ബൂത്തുകളിലാണ് പരാതി. ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റീപോളിംഗ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് അറിയുന്നു. അതുപോലെ ദബാനിപൂരിൽ സുവേന്ദു അധികാരിയെ TMC ഗുണ്ടകൾ വളഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു. ജയ് ബംഗാൾ വിളിച്ച് കയ്യേറ്റം. CRPF ലാത്തിചാർജ് ചെയ്താണ് സുവേന്ദു അധികാരിയെ രക്ഷപ്പെടുത്തിയത്. BJPയുടെ നേതാവാണ് സുവേന്ദു അധികാരി. ബഹാലയിൽ BJP ഏജന്റിന്റെ വീട് ആക്രമിച്ചു. ബസന്തയിൽ BJP സ്ഥാനാർത്ഥിയുടെ വാഹനം തല്ലിത്തകർത്തു. CCTVക്ക് ടേപ്പ് ഒട്ടിച്ചിട്ട് തോറ്റാൽ EVMന് ഹാക്ക് വഴി ഇതിലും വലിയ തൊലിക്കെട്ടി വേറെയുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് ഇതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ ഒന്ന് എഴുതി തന്നതാണ്. വോട്ട് ചെയ്യാൻ വരുന്നവനെ വിരട്ടി ബൂത്ത് പിടിച്ചിട്ട് ജനവിധി അംഗീകരിക്കില്ല എന്ന് പറയാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്നു. SIRനെ തടയാൻ കോടതിയിൽ പോയ ദീദിക്ക് സുപ്രീം കോടതി ചുട്ട മറുപടി കൊടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. SIR നടപ്പിലാക്കുക തന്നെ വേണം. ഇത് രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ്. ഏതാണ്ട് 60 ലക്ഷം മുതൽ 90 ലക്ഷം വരെ കള്ള വോട്ടർമാരാണ്, വ്യാജ വോട്ടർമാരാണ് ഈ SIR നടപടിയിലൂടെ ഒരു സംസ്ഥാനത്ത് മാത്രം ഒഴിവായത്. ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരാവസ്ഥയായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ മതിൽ ചാടിച്ചു കൊണ്ടുവന്ന് വോട്ട് ചെയ്താണ് തൃണമൂൽ കോൺഗ്രസ് ഇത്രയും കാലം ഇവിടെ ഭരിച്ചത് എന്ന് വ്യക്തമാകുന്നു. ബംഗ്ലാദേശ് ബോർഡർ തുറന്നിട്ട് SIR എതിർത്തിട്ട് ദേശസ്നേഹം പറഞ്ഞാൽ ജനം ചിരിക്കും പ്രിയപ്പെട്ട മമതാ ബാനർജി എന്ന് തീർച്ചയായിട്ടും താങ്കൾ ഓർക്കുക എന്നുകൂടി പറയുന്നു. 50 വർഷം കൊണ്ട് CPM ശരിക്കും 50 വർഷം കൊണ്ടും ബാക്കിയുള്ള 16 വർഷം കൊണ്ടും CPMും TMCയും ചേർന്ന് ബംഗാൾ ജനതയെ കുഴിച്ചു മൂടുകയായിരുന്നു സത്യത്തിൽ ചെയ്തത്. സിംഗൂരിലെ സമരവും അതുപോലെ തന്നെ നന്ദിഗ്രാം വിഷയവും ഒക്കെ തന്നെ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇത്തരത്തിൽ തോന്നിയാസങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിനെ ഇല്ലായ്മ ചെയ്ത് ജനാധിപത്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താം എന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ, CPMൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അവിടെ CPM ഒന്നുമില്ല, കോൺഗ്രസിൻ്റെയും ഒക്കെ എല്ലാ മോഹങ്ങളുമാണ്, കോട്ടകൊത്തളങ്ങളുമാണ് തകർന്ന് അടിഞ്ഞത്. ഇനിയിപ്പോൾ ബംഗാളിൽ ഭരണം വരുമ്പോൾ EVM ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ കേന്ദ്രസേന എത്തി കള്ളവോട്ട് ചെയ്തു എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. എന്തൊക്കെയായാലും ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇതൊക്കെ നിയമപരമായി റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. ഒരു സംസ്ഥാനം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് കാണിച്ചു തന്നവർക്കുള്ള ജനങ്ങളുടെ മറുപടി തന്നെയാണ് ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം, പ്രത്യേകിച്ചും സ്ത്രീകൾ ഓടിയെത്തി വോട്ട് ചെയ്തത് എന്നും പറയപ്പെടുന്നു. നമുക്ക് കാത്തിരിക്കാം 4-ാം തീയതി വരെ ബംഗാൾ ജനത ജനോത്സവത്തിൽ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അന്നേരം അറിയാം.